നമസ്കാരം. ക്രഷർ ഉടമ ദീപുവിനെ കഴുത്തറുത്തു കൊന്ന കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന രണ്ടാം പ്രതിയും സർജിക്കൽസ് ഉടമയുമായ സുനിൽ കുമാർ കീഴടങ്ങി. ചെന്നൈയിൽ ഒളിവിലായിരുന്ന സുനിൽ ഞായറാഴ്ച രാത്രി അഭിഭാഷകനൊപ്പമാണ് കളിക്കാവിള പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അമ്പിളി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും വാങ്ങി നൽകിയതെന്ന് സുനിൽ പറഞ്ഞു. സംഭവത്തിന് 2 ദിവസം മുമ്പ് ഒരാളെ തട്ടാനുണ്ടെന്ന് അമ്പിളി പറഞ്ഞപ്പോൾ തമാശയാണെന്ന് കരുതി. സംഭവ ദിവസം രാവിലെ അമ്പിളി നെയ്യാറ്റിൻകരയിലെത്തിയിരുന്നു. തുടർന്ന് സുനിലിന്റെ കാറിൽ കൊലപാതകം നടന്ന കളിയിക്കാവിളയിലെ സ്ഥലത്തെത്തി. ഇതിനിടെ ഇരുവരും ചേർന്ന് കാറിലിരുന്ന് മദ്യപിച്ചു. തുടർന്ന് പൂവാറിലെ ടെക്സ്റ്റൈൽസിലെത്തി പാന്റും ഷർട്ടും ഉൾപ്പെടെ വാങ്ങി നൽകാൻ അമ്പിളി ആവശ്യപ്പെട്ടു. തുണി വാങ്ങിയ ശേഷം മലയത്തെ വീട്ടിൽ വിടണമെന്ന് അമ്പിളി സുനിലിനോട് ആവശ്യപ്പെട്ടു. വീടിന് സമീപം എത്തിയപ്പോൾ താൻ തിരിച്ചു വരുന്നുവെന്നും അമരവിളയിൽ വിടണമെന്നും അമ്പിളി പറഞ്ഞു. തിരിച്ചുള്ള യാത്രയിൽ വീണ്ടും മദ്യപിച്ചു. അതിനിടെയാണ് അമ്പിളി ദീപുവിനെ കൊല്ലുമെന്ന് പറഞ്ഞത്. ക്വട്ടേഷൻ ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യം പറഞ്ഞതുമില്ല. സുനിലിന് ദീപുവിനെ അറിയില്ലായിരുന്നു. നെയ്യാറ്റിൻകരയിൽ വെച്ച് സുനിലിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ പ്രദീപ് ചന്ദ്രനും വാഹനത്തിൽ കയറി. രാത്രി 7:30 അമരവിളയിൽ അമ്പിളി ഇറങ്ങി. രാത്രി 10 ശേഷം പടന്താലും മൂട്ടിലെ തിയേറ്ററിന് സമീപം കാറിൽ കാത്തു നിൽക്കണമെന്ന് സുനിലിനോട് അമ്പിളി ആവശ്യപ്പെട്ടു. നിരസിച്ചപ്പോൾ സുനിലിന്റെ മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പേടിച്ച സുനിൽ പ്രദീപിനോട് ഇക്കാര്യം വെളിപ്പെടുത്തി. തുടർന്ന് ഇടിച്ചക്കപ്ലാമൂടുള്ള സുനിലിന്റെ ഭാര്യ വീട്ടിലെത്തി ഇരുവരും മദ്യപിച്ച് കിടന്നുറങ്ങി. അമ്പിളി വിളിക്കാതിരിക്കാൻ സുനിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പ്രദീപിന്റെ ഫോൺ നമ്പർ അമ്പിളിക്ക് അറിയില്ലായിരുന്നു. പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് ചെന്നൈയിൽ ഒളിവിൽ പോയതെന്നും സുനിൽ പറഞ്ഞു. അതേസമയം സുനിൽ കുമാർ പറഞ്ഞതും സമീപത്തെ CCTV ദൃശ്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമ്പിളിയുടെ മൊഴി പ്രകാരം ദീപു ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സ്വയം നൽകിയ കൊട്ടേഷന്റെ സാധ്യതകളും തമിഴ്നാട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേസ് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് കൊല നടത്തിയത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രതി അമ്പിളി. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും സർജിക്കൽ ബ്ലേഡ് നൽകിയതും കൊല നടന്ന സ്ഥലത്ത് എത്തിച്ചതും സുനിൽ കുമാറാണെന്ന് പോലീസിന് മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽ കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദീപുവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് സുനിലാണെന്നായിരുന്നു സൂചന. ജൂൺ 24 തിങ്കളാഴ്ച രാത്രിയാണ് ക്വാറി വ്യവസായിയായ മലയൻകീഴ് അണപ്പാട് മുല്ലമ്പള്ളി ഹൗസിൽ ദീപുവിനെ കന്യാകുമാരിയിലെ കുലശേഖരത്ത് റോഡ് സൈഡിൽ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും നഷ്ടമായിരുന്നു. കൊലപാതകത്തിന് ശേഷം അമ്പിളി സുനിലിനെ വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്ന നിലയിലായിരുന്നു എന്നാണ് അമ്പിളി ആദ്യം മൊഴി നൽകിയിരുന്നത്. പാറശാലയിൽ തന്നെയുള്ള ഒരു സർവീസ് സെന്ററിൽ സുനിൽ കാറിട്ടു. പിന്നീട് ഇവിടെ നിന്ന് കുലശേഖരത്തേക്ക് പോകുകയും അവിടെ കാർ ഉപേക്ഷിക്കുകയുമായിരുന്നു. ഈ കാറാണ് കൊലപാതകം നടന്ന 2 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് കണ്ടെത്തിയത്. അമ്പിളിയെ പിടികൂടിയതിന് പിന്നാലെ പോലീസ് സുനിലിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. തൊട്ടു പിന്നാലെ ഫോൺ ഓഫ് ആകുകയും ചെയ്തു. ഇതിനിടയിൽ വിളിച്ച ഏക ഫോൺ കോൾ പ്രദീപ് ചന്ദ്രനെ ആയിരുന്നു. ഇതാണ് അന്വേഷണം പ്രദീപ് ചന്ദ്രനിലേക്ക് എത്തിച്ചതും.